ഹായ്, വെൽക്കം ടു തന്നോട്ട്. നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ ഒരു വേനൽക്കാലമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചൂടാണ്, ഇപ്പോൾ നല്ല വേർപ്പുള്ള സമയമാണ്. അപ്പോൾ നമുക്കിവിടെ ഇരുന്ന് നമുക്കൊരു സ്ഥലത്ത് വീട്ടിലിരിക്കാനൊന്നും പറ്റില്ല, അത്രയും ചൂടാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ആ ചൂട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫാനെക്കാട്ടും കുറച്ചുകൂടി ഒരു ഇതായിട്ട് നമുക്കൊരു കൂളർ ഉപയോഗിക്കാൻ വെച്ചിട്ടാണ്. ഒരു കൂളർ വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒരു കൂളർ വാങ്ങിച്ചു നമ്മൾ വോൾട്ടാസിൻ്റെ ടാറ്റയുടെ പ്രൊഡക്റ്റാണ്, വോൾട്ടാസിൻ്റെ കൂളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു എന്താ പറയുക, നമുക്കത് വർക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കണ്ട് ഈ ചൂട് കാലത്ത് അത് ഉപകാരപ്രദമാവും എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. വാങ്ങിച്ചിട്ടുണ്ട്, കൂളറാണ്. നമ്മൾ ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ടാറ്റ പ്രൊഡക്റ്റിനൊക്കെ എഴുതിയിട്ടുണ്ട്. ആണ് അതിൻ്റെ ബോക്സ്. നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചതല്ല, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ കൂളർ. നമുക്കത് പൊളിച്ചിട്ട് ഇതിനുള്ളിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഷോപ്പുകാർ വന്നാണ്, അവർ പൊളിച്ച് വെച്ചിട്ടുണ്ടാവും, ഒരു പക്ഷേ ഡിസ്പ്ലേ വെച്ചായിരിക്കാം എന്നറിയില്ല. ബോക്സൊക്കെ നല്ല അത് തന്നെയാണ്, ഒട്ടിച്ചിട്ട് രണ്ടാമത് ഒട്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബോക്സിലാക്കി ഞാൻ അവിടെ പോയി ഷോപ്പിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്തപ്പോൾ അവർ ആ ബോക്സാക്കി തന്നതാണ്. അപ്പോൾ നമുക്കത് പൊളിച്ചിട്ട് നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ടാറ്റയുടേതും അതിൻ്റെ വിലയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് 2023 പ്രൊഡക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായത്, മാനുഫാക്ചറിങ് കാണുന്നത്. ഇതിൻ്റെ പ്രൈസ് 8400 കൊടുത്തിട്ടുള്ളത് ഇതിൽ. പക്ഷേ എന്നോട് അതൊരു 5750 രൂപയാണ് വാങ്ങിച്ചത്. അല്ലെങ്കിൽ MRP കൂടുതലാണ് ചിക്കൻ ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അതിൻ്റെ വാട്ട്സേജും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ വിത്ത് കെയർ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഓൾറെഡി എല്ലാ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് സൈഡപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ബോക്സിന് മുകളിലുണ്ട്. നമുക്കൊന്ന് ഉള്ളിലൊന്ന് തുറന്നിട്ട് ഇത് എങ്ങനെയാണ് ഇതൊന്ന് നോക്കി നോക്കാം. നമുക്കിതൊന്ന് പൊളിക്കാം. വോൾട്ടാസിൻ്റെ സ്റ്റിക്കർ ഓൾറെഡി പൊളിച്ചതാണ്, നമ്മൾ രണ്ടാമതും അത് അവർ ഒട്ടിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളത് വീണ്ടും നമ്മൾ പൊളിച്ചിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തന്നിട്ടുണ്ട് എനിക്ക്. പൊളിച്ച് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തെർമോക്കോൾ പാക്കിംഗ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രൊഡക്റ്റും വരുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മളൊരു മുകളിലൊരു വാറണ്ടി കാർഡ് ഉണ്ട് കേട്ടോ, ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. അത് വോൾട്ടാസിൻ്റെ ഒരു വാറണ്ടി കാർഡും ഒരു ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. വോൾട്ടാസ് എന്ന് പറഞ്ഞാൽ ഒരു ടാറ്റയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ വോൾട്ടാസ് ടാറ്റ പ്രൊഡക്റ്റാണ്. വോൾട്ടാസ് ടാറ്റ പ്രൊഡക്റ്റ് നെയിമുകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ തെർമോക്കോൾ എടുത്ത് നോക്കി നോക്കാം. അങ്ങനെ ഇളകാത്ത രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു ടൈറ്റ് പാക്കിങ് തന്നെയാണ്. ഇപ്പോൾ അവർ ഷോപ്പുകാരെ പാക്ക് ചെയ്യാമെന്നാണ് എനിക്ക്. ഓൾറെഡി ഇങ്ങനെ പാക്കിങ് ആവുന്ന മുന്നേ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അതെങ്ങനെ വയർ ചെയ്യണമെന്നൊക്കെ വയർ കണക്ട് ചെയ്യണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനുള്ളിൽ പിന്നെ വേറെ എന്തോ ഒരു പാക്കറ്റ്, അത് വീലാണ് ഇതിൻ്റെ. നമുക്ക് ഇത് ട്രോളി പോലെ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിനുള്ള വീലുകളാണ് അത് 4 എണ്ണം. അത് വെറുതെ വെച്ച് പ്രസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നണേ. നമുക്കിത് എടുത്തിട്ട് നോക്കി നോക്കാം. ഇനി ഇതാണ് ആ പ്രൊഡക്റ്റ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട് പ്രൊഡക്റ്റ്. ഇത് കൂളർ നല്ല ക്വാളിറ്റി, പ്ലാസ്റ്റിക് നല്ല പിടിക്കാൻ നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നണേ. വോൾട്ടാസ് ടാറ്റ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു എന്തോ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ കൂളർ ആണല്ലോ. ഇതിൽ വെള്ളം ഒഴിക്കണം, വെള്ളത്തിൻ്റെ ലെവലാണെന്ന് തോന്നുന്നു എനിക്ക്. താഴെ കാണുന്ന ലൈൻ നോക്കി നോക്കാം. പിന്നെ അതിൻ്റെ നോബുകൾ തിരിച്ച് സ്വിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കവർ വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ, കവറിങ്. വിൻഡ്സോർന്നൊക്കെ എഴുതിയിട്ടുണ്ട് മുകളിൽ ടാറ്റ പ്രൊഡക്റ്റ്. ഈ സൈഡിൽ എന്തൊരു ക്ലിപ്പ് ഉണ്ട്, അതൊക്കെ ആ ടാങ്ക് വേർപ്പെടുത്താൻ, അടിയിലത്തെ ടാങ്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. വാണിങ് അതെന്തോ ഊരിയെടുക്കാനുള്ളതായിരിക്കണം അത്, ആ പ്രൊഡക്റ്റിൻ്റെ അത് ഊരിയെടുക്കാനായിരിക്കും. ബാക്കിൽ ഒരു ഓവർഫ്ലോ ഹോളുണ്ട്. പിന്നെ അതിൻ്റെ ആംബിയറും കാര്യങ്ങളായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ നെറ്റാണ്, അത് കൂടെ എയർ ഉള്ളിലേക്ക് വലിക്കുന്നതായിരിക്കണം. കൂളർ നമ്മൾ കാണാന്നല്ല, എൻ്റെ അടുത്ത് തുറന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ട് നോക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ സൈഡിലാണ് അതിൻ്റെ വെള്ളം ഒഴിക്കുന്നതാണ്. ചിലതിന് മുകളിലായിരിക്കും വെള്ളം ഒഴിക്കുന്നത് അല്ലെങ്കിൽ ഐസ് ഇടുന്നത്. ഇതിൻ്റെ താഴെ സൈഡിലായിട്ടാണ് നമുക്ക് ആ ഐസ് ഇടുന്ന ഒരു ഭാഗം കാണിക്കുന്നത്. ഐസ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക ചെയ്യുക. ഐസ് ആണെങ്കിലും അല്ലെങ്കിൽ തണുത്ത വെള്ളമാണെങ്കിലും ഒക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഐസിൻ്റെയും വെള്ളത്തിൻ്റെ ഒക്കെ. പിന്നെ ഒരു പിടിക്കാൻ വേണ്ടി ഒരു ഗ്രിപ്പ് ഉണ്ട്. പിന്നെ നോബുകൾ ഉണ്ട്. വെള്ളം ഞാൻ ഒഴിച്ചു വിട്ടതല്ലേ, വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ ഒരു ഹാഫിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ക്യാമറയിൽ. ഫുള്ള് ആ ബ്ലാക്കായിട്ട് കാണുന്നത് വെള്ളമുള്ള ഭാഗവും ബ്ലാക്ക് അല്ലാത്തത് വെള്ളം നിറയാത്ത ഭാഗമാണ്. വെള്ളം കുറച്ചൊന്നുമല്ല, ഏകദേശം ഫുള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 25 ലിറ്ററോളം ഒഴിക്കണം. 25 ലിറ്ററിൻ്റെയാണ് ഈ കൂളർ. 28 32 ഒക്കെ ഉണ്ടോ തോന്നുന്നു വലിപ്പം അനുസരിച്ച്. ചെറുതാണ് 25 ലിറ്റർ. പിന്നെ അതിൻ്റെ AC വെൻ്റ് നമുക്ക് സാധാരണ പോലെ അങ്ങനെ തുറക്കും അടയ്ക്കും ചെയ്യാൻ പറ്റും. തിരിച്ചിട്ട് അങ്ങനെ പിടിച്ചിട്ട് നല്ല താഴത്തേക്ക് മുകളിലേക്ക് ആക്കാൻ പറ്റും.
പിന്നെ ഉള്ളിലത്തെ നമുക്ക് എന്തായാലും ഒരു സ്വിങ് ആണ്, അങ്ങനെ ഇവിടെ തിരിക്കുന്നത് ഓട്ടോമാറ്റിക് മെഷീനിൽ ചെയ്യും. ഒരു സ്വിങ് കുഴപ്പമില്ല. പിന്നെ നമുക്ക് അടയ്ക്കുകയും ചെയ്യാം, തുറക്കുകയും ചെയ്യാം നമുക്കിങ്ങനെ സ്വിങ് ആയിട്ട്. പിന്നെ അതിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഐസറിൻ്റെ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് തുറക്കുക, ക്ലിപ്പായിട്ട് അടയ്ക്കുകയും ചെയ്യാം. ഞാൻ നേരത്തെ കവറിങ് പൊളിക്കാൻ്റെ കാണിച്ചപ്പോൾ കവറിങ് പൊളിച്ച് മൊത്തം ലോക്കിങ് ഉണ്ടായിന്. പിന്നെ വെള്ളത്തിൻ്റെ നേരത്തെ കാണിച്ചല്ലോ, അത് മുക്കാൽ വെള്ളമായിട്ടുണ്ട്, നിറച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കാണിക്കുന്നത്. ക്യാമറയിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ബ്ലാക്ക് ഭാഗമായിട്ടുള്ളത് വെള്ളം നിറഞ്ഞ ഭാഗം, ബാക്കി വെള്ളമില്ലാത്തതാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ നോബുകളുണ്ട്, ഓരോ നോബുകൾ ഓണ്, ഓഫ്, ഹൈ, മീഡിയം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് മുകളിൽ ഓഫും പിന്നെ ഫസ്റ്റ് ഹൈയും മീഡിയം ലോ ആണ് 3 സ്വിച്ച് വരുന്നത്. ലോ കാറ്റ് വരുന്നുണ്ട്, നമ്മൾ ഓണാക്കി നോക്കിയാൽ കാറ്റ് വരുന്നുണ്ട്. ഇനി കാണാൻ നല്ല ഭംഗിയായിട്ട് ഇത് പ്രൊഡക്റ്റ് മറ്റുള്ളതിനെക്കാട്ടി നല്ലൊരു ഭംഗി തോന്നി കാണണ്ടപ്പോൾ. പിന്നെ പിന്നെ വരുന്നത് രണ്ടാമത്തെ പറഞ്ഞാൽ അത് സീയിങ്ങിൻ്റെ ഒക്കെയാണ്. അല്ല സോറി, എന്താ പറയുക, സീയിങ് എന്താ പറയുക, സീയിങ്. പിന്നെ വരുന്നത് കൂളും, പിന്നെ കൂള് പ്ലസിങ്, പിന്നെ അത് മൊത്തം റൊട്ടേറ്റ് ചെയ്യുക നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫാൻ. അതാണ് അതിന് സ്വിച്ച് വരുന്നത്. 2 സ്വിച്ചാണ് അതിനുള്ളിൽ വരുന്നത്. പിന്നെ കൂളിങ്, സീയിങ് 2 സ്വിച്ചാണ് വരുന്നത്. മൊത്തത്തിൽ പ്രൊഡക്റ്റ് നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മുടെ കൂളറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഷൂട്ട് വന്നിരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സൺഡേ ട്രിപ്പ് അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ അൺബോക്സിങ്, നമുക്കിത് ഒന്ന് റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിത് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ റിവ്യൂ, എന്താണ് ഇതിൻ്റെ പോരായ്മകൾ, എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ അടുത്തൊരു വേറെ വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു അൺബോക്സിങ്ങും ജസ്റ്റ് ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.